ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് കോഴിയും കുമ്പളങ്ങയും ഒരു നാടൻ രീതിയിലുള്ള ഒരു കറി ഞാൻ എൻ്റെ സ്റ്റൈലിൽ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിനാദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ വീത്തി വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില ഇത് അതിലിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ചുവന്നുള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ട ഈ ഒരു ബ്രൗൺ നിറമായി വരണം. ഉറുമ്പിൻ്റെ കളറെന്നൊക്കെ പറയും പണ്ടുള്ളവർ, പുളിയുറുമ്പിൻ്റെ നിറം. അതുപോലെ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കും. അതായത് ഇതിൽ 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ചിക്കൻ മസാലയും. ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് ഇതിൻ്റെ എണ്ണ തെളിയണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വെള്ളം വറ്റിയ പോലെയായി. ആ കലക്കി വീറ്റിയ ബൗളിൽ ഞാൻ ഒരു ലേശം കൂടി വെള്ളം വീറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാതും വറ്റി എണ്ണ തെളിഞ്ഞ പോലെയായി. ഇനി ഇതിലേക്ക് കഴുകി വെച്ചേക്കണ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 2 കിലോൻ്റെ മേലെ ചിക്കൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിൽ കിടന്ന് വേവട്ടെ, ഇറച്ചി ഒന്ന് വേവട്ടെ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കിടന്ന് വേവട്ടെ. വെള്ളമൊന്നും ഞാൻ വീട്ടി കൊടുക്കണില്ല, കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഇതിലത്തെ വെള്ളം ഇറങ്ങി വരും. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിലേക്കൊരു അരപ്പ് വേണം. അത് കുറച്ച് തേങ്ങ, പെരുംജീരകം, ഒരു 3-4 എന്താ പറയുക, കറുകപ്പട്ട, ഏലക്കായ, കരിയാമ്പൂവിൻ്റെ പേരാ കിട്ടാൻ, കരിയാമ്പൂവ്, ഇതൊക്കെ കൂടി അരയ്ക്കണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടുള്ളതല്ല, അത് കഴിഞ്ഞു. അത് കാരണം നമ്മൾ പായസത്തിലേക്ക് എടുക്കുന്ന പീസായിട്ടുള്ളതാണ്. അത് കുറച്ച് നേരമായി, 1 മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇതെല്ലാതും കൂടി ഒരു അരപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഇറച്ചി ഒരുവിധം വെന്തു, വെള്ളം ചെറുതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ സമയത്ത് ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച കുമ്പളങ്ങീന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങീന്, അത് ഞാൻ ഷോർട്ട്സ് ഇട്ടുണ്ട്. ആ കുമ്പളങ്ങീന് അത് ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളക്കട്ടെ. കുമ്പളങ്ങി ഇട്ട് നല്ലോണം തിളച്ചതിന് ശേഷം, വെന്ത കുമ്പളങ്ങ തന്നെ ഇട്ട് കൊടുത്തേക്കണം, അതുകൊണ്ട് ഒന്ന് തിളച്ചാൽ മതി. തിളച്ചതിന് ശേഷം ഈ അരച്ച അരപ്പ്, അതായത് തേങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അരപ്പ് വെന്തോളും. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു സ്വല്പം കൂടി വെള്ളം ചിറ്റിച്ച് വീത്തി കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചിറ്റിച്ച് വീത്തി കൊടുത്ത് അത് മൊത്തം ഒന്ന് തിളച്ച് വറ്റി കഴിഞ്ഞാൽ അരപ്പ് വെന്ത് കിട്ടും. അരപ്പ് ചേർത്ത് അതിൻ്റെ കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളം ചിറ്റിച്ച് അതും ചേർത്തു. അത് നല്ലവണ്ണം തിളച്ചു. ഇനി അധികം വറ്റിക്കണ്ട, അണ്ടിപ്പരിപ്പ് അരച്ച കാരണം ഇരുന്ന് തിക്കാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ വീത്തി മൂടി വയ്ക്കാം. അപ്പോൾ കോഴി കുമ്പളങ്ങ കറി റെഡി. ചോറിനും വട്ടയപ്പത്തിനും ബ്രെഡിനൊക്കെ നല്ല കറീന്. അണ്ടിപ്പരിപ്പ് അരച്ച കാരണം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ കുമ്പളങ്ങ ഇട്ട് കഴിഞ്ഞാൽ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാറില്ല. അതിനാണ് അണ്ടിപ്പരിപ്പ് അരച്ചത്. ഓക്കെ.